കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, തിരക്കായിരുന്നു. ഇന്നിപ്പോൾ ധാരാളം കല്യാണങ്ങൾ, അതായത് 300 കല്യാണം അവിടെ രജിസ്ട്രേഷൻ ചെയ്തത്, പിന്നെ പെട്ടെന്ന് വന്നിട്ടുള്ളത് വേറെ ഏകദേശം 325-350ഓളം കല്യാണങ്ങളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ള. 5 മണ്ഡപം രാവിലെ 5 മണി മുതൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അധികം തിരക്കായിരുന്നു. അപ്പോൾ ദർശനത്തിനപ്പോൾ കുറച്ച് തിരക്ക് കുറവായിരുന്നെങ്കിൽ കൂടി കല്യാണത്തിൻ്റെ തിരക്ക് കാരണം കിഴക്കേ നട മുഴുവൻ ജനപ്രവാഹമായിരുന്നു. ആ ഒരു കാഴ്ചയായിരുന്നു ഇന്ന് രാവിലത്തെ കാഴ്ച. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അതേപോലെ ആ പൂക്കളം വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കെന്തായാലും തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലെ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണമായി വരാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗണപതിയെ ഒന്ന് തൊഴാനായിട്ട് ഇങ്ങനെ വരാം. അത്തിമര ഗണപതിയെ വന്ന് തൊഴുത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ അവിടുന്ന് പോരാം. ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ അകത്തേക്ക് പോരുമ്പോൾ ഭഗവാന്റെ കൊടിമരം കാണും. കൊടിമരത്തിൻ്റെ നേരെ മുന്നിലുള്ള വലിയ ബലിക്കല്ല് കാണും. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെ കാണാം. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ നേരെ വാതിൽപ്പടി കയറുമ്പോൾ ആ ഭഗവാന്റെ പ്രിയ ശിഷ്യനായ, അതായത് മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. അതേപോലെ തന്നെ ആദ്യത്തെ തൂണ് നോക്കിയ വലതുഭാഗത്തെ ആദ്യത്തെ തൂണ് നോക്കിയാൽ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണാണ്, അതും കാണാം. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ വീഡിയോസ് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ ആളുകൾക്ക് എത്തട്ടെ. ഗുരുവായൂരപ്പൻ്റെ വരാൻ സാധിക്കാത്ത ആളുകൾക്ക് കൂടെ വന്ന് തൊഴാൻ കഴിയുന്ന പോലെയുള്ള വീഡിയോസല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും വന്ന് തൊഴട്ടെ. അപ്പോൾ എല്ലാവരും അത് ഒന്ന് ചെയ്യണേ. ഇനി നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കാൽപാദം ഇങ്ങനെ പിണച്ചു വെച്ച് കാൽപാദത്തിൻ്റെ കാൽവളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആ പട്ടുകോണൊക്കെ കൊടുത്ത് അരമണിയൊക്കെ ഇട്ട്, അരമണി ഇങ്ങനെ കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നത്. പിന്നെ അങ്ങനെ ചെറിയ കുമ്പയാണ്, ചെറിയ ഉണ്ണിയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ ഒരു മുല്ലപ്പൂവും മാല പോലെ, അങ്ങനെ 2-3 സ്വർണത്തിൻ്റെ മാലകൾ. പിന്നെ വലത്തെ കയ്യിൽ വെണ്ണയാണ്, വെണ്ണ ഉരുളുണ്ട്. ഇടത്തെ കയ്യിൽ സ്വർണത്തിൻ്റെ പൊന്നോടക്കുഴലും ഉണ്ട്. അതാണ് ഇന്നത്തെ. രണ്ടും കൂടി ഇങ്ങനെ പിടിച്ച് ആ വെണ്ണ, ഇന്നലെ വെണ്ണ കഴിക്കുകയായിരുന്നു, ഇന്ന് വെണ്ണ ഇങ്ങനെ പിടിച്ച് കഴിക്കാൻ തയ്യാറായിട്ടുള്ള നിൽപ്പാണ്. ആരൊക്കെ വേണ്ടിച്ച വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടേ എല്ലാവരും വന്നോളൂ, ഞാൻ അടുത്ത് തരാം, ഇവിടെ ധാരാളം വെണ്ണ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ മുകളിലേക്ക് കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റിയിൽ നല്ല സ്വർണ്ണ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ആ പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിനിങ്ങനെ തിരുമുടിമാല, 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ള തെച്ചിയും കൂടിയുള്ള അതേപോലെ തന്നെയാണ്. പിന്നെ ഉള്ളത് നേരെ നല്ല വലിയ 2 ഉണ്ടമാലകളുണ്ട്. അതും തെച്ചിയും വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ള മാതിരി ഇടകലർന്നിട്ടാണ്. അതാണ് കാഴ്ച കാണാനുള്ളത്. അപ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ, ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ കാണുന്നത്. എന്തൊരു രസമാണെന്നറിയോ ആ വെണ്ണക്കണ്ണനെ കാണാൻ. ഉണ്ണിക്കണ്ണനെ, ചെറിയ ഉണ്ണിയാണ്, നല്ല കുസൃതി നിറഞ്ഞ മുഖഭാവത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ വെണ്ണുണ്ട്, പൊന്നോടക്കുഴലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. വാരി എടുക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു ഉണ്ണി തന്നെ കേട്ടോ. അങ്ങനെ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ലല്ലോ. അവിടെ നിന്നിട്ട് നീങ്ങി പോകാനും തോന്നാത്ത അവസ്ഥയാണ്, അത്രയ്ക്കും മനോഹരമാണ്. അങ്ങനെ ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളിങ്ങനെ തൊഴുക. സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക മനസ്സുകൊണ്ട്. എല്ലാവരുടെയും മനസ്സ് നമ്മളൊപ്പം വന്നിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുകയാണെന്നങ്ങനെ വിചാരിക്കുക. നന്നായിട്ട് നാമം ജപിക്കുക, ഭഗവാനെ ദർശിക്കുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞാൽ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ
ആദ്യം കാണുന്ന അഗ്നികോണിലൊന്ന് നോക്കി തൊഴാം. അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നീട് ഇങ്ങനെ തിരിഞ്ഞ ചുവരിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. സപ്തമാതാക്കളെ കണ്ട് തൊഴാം. വിഘ്നേശ്വരനെ വന്ന് കാണാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ അധികം തിരക്കൊന്നുമില്ല. അങ്ങനെ വന്നാൽ സുഖമായിട്ട് വിഘ്നേശ്വരനെ കാണാം. വിഘ്നേശ്വരനെ കാണുമ്പോൾ എന്താ വെച്ചാൽ മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. മുഖവും എല്ലാ ഭാഗവും ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തി നല്ലൊരു ഗോപി വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല വലിയൊരു മാലയുണ്ട്. നല്ല എന്താ പറയുക, കാശിമാല പോലത്തെ മാല. അങ്ങനെ ആ ഒരു കാഴ്ച. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അങ്ങനെ പാവം കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. അവിടെ നിന്നും ആ ഒരു ചെറിയ മാല തന്നെയുള്ളൂ കേട്ടോ, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെയും തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിയെ കാണാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്ന മേൽശാന്തി തന്നെയാണ് കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അങ്ങനെ അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പിന്നീട് നമ്മൾ ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷ രൂപവും ഒക്കെ കണ്ട് മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. പിന്നീട് നമ്മൾ ആ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. അവിടെയും ധാരാളം പൂക്കൾ ഇങ്ങനെ അർച്ചനയൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് വലിയ മാലകൾ, ഉണ്ടമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ വിധാനമായിട്ട് മുകളിൽ ഇങ്ങനെ നല്ല തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അവിടെ ഒന്ന് കണ്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ ഒക്കെ കണ്ടിങ്ങനെ തൊഴുത് പിന്നീട് കണ്ണനെ കാണാം. അവിടെ 2 തുളസിമാലകളുണ്ട്. അതേപോലെ തന്നെ മുരുകനും ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു എന്താ പറയുക, വെറ്റിലമാലയാണ്. വെറ്റിലമാല മാത്രമേ ഉള്ളൂ. കുറച്ച് കുങ്കുമമുണ്ട്. ഇന്നലെ തീരെ ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ അവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് കിഴക്കോട്ട് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണർ നോക്കിയിട്ടും അതേപോലെ നൃത്താറയും നോക്കിയിട്ട് കണ്ട് തൊഴുത് പോരാം. അങ്ങനെ പിന്നെ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും അതേപോലെ വസുദേവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കുറച്ചൊരു 10-15 ആൾക്കാർ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മൾ വന്ന് നോക്കിയാൽ ഭഗവതീനെ കാണാൻ നോക്കുമ്പോൾ ഗോളകയാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ നല്ലൊരു പാവുണ്ട്, അതായത് പട്ടുമുണ്ട് എടുത്തിട്ടുണ്ട്. ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. പിന്നെ പുറകു വശത്തുണ്ട് ചുവന്ന പട്ട്, അതേപോലെ ചുവന്ന പൂക്കൾ. ഇന്ന് ചുവന്ന തരത്തിലാണ് കൂടുതൽ, ചുവപ്പിനാണ് കൂടുതൽ അഴകായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഭഗവതി അങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മളെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഭഗവതീനെ കണ്ട് തൊഴുതോളൂ കേട്ടോ.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ തൊഴുക. അങ്ങനെ മമ്മിയൂരപ്പനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുന്നു. നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമുക്ക് ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാം. അവിടെ കണ്ട് നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടൊന്ന് നമസ്കരിക്കുക. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തി വരികയാണ്. നന്നായിട്ട് നല്ല രസമായിട്ട് തന്നെ നല്ലൊരു കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അതേമാതിരി വലിയ മാല വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ, നല്ല സ്വർണ്ണ ഗോപി തിലകം ഒക്കെ വെച്ച് നല്ല നന്നായിട്ടുള്ള അയ്യപ്പസ്വാമിയായിട്ടായിരിക്കണം കേട്ടോ. വളരെ സുന്ദരനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെയും തൊഴുത് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴുക. അതേപോലെ തന്നെ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപം കാണാം. പിന്നെ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ടൊന്ന് തൊഴാം. പിന്നെ ഭഗവതിയുടെ അവിടെ വന്നിട്ട് തൊഴാം. അതേപോലെ തന്നെ വന്ന് നമ്മൾ കാണുന്നത് ദീപസ്തംഭം, വലിയ ദീപസ്തംഭം കിഴക്കേ നടയിൽ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ആ വെണ്ണക്കണ്ണനെ കണ്ടു തൊഴാം. അതേപോലെ ഇന്നത്തെ രാവിലത്തെ പൂക്കളം ആനപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണിക്കണ്ണനെ. ആ കാഴ്ചയാണ് നല്ല രസമായിട്ടുള്ള ആ പൂക്കളം നല്ല രസമായിരുന്നു. അപ്പോൾ അതിങ്ങനെ കാണാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അപ്പോൾ കൂവളത്തിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും ഒക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അവരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇനി നമുക്ക് ചെറിയൊരു കഥ. ഇന്നത്തെ കഥ തൃണാവർത്തനാണ്. തൃണാവർത്തൻ്റെ ആ നിഗ്രഹമാണ് നമ്മുടെ കണ്ണൻ. അതായത് താരകാസുരൻ്റെ മകനായ തൃണാവർത്തനാണ്. കംസൻ്റെ നിർദ്ദേശപ്രകാരം അദൃശ്യനായി രൂപമില്ലാത്ത രീതിയിൽ അമ്പാടിയുടെ അടുത്തേക്ക് പോയി. യശോദ അപ്പോൾ കൃഷ്ണനെ മുലയൂട്ടുന്ന കുട്ടിയായിരുന്ന സമയമാണ്. അപ്പോൾ കുട്ടിയുടെ ഭാരം ക്രമേണ ഇങ്ങനെ വർദ്ധിക്കുന്നതായിട്ട് തോന്നി. യശോദ കുട്ടിയെ കട്ടിലിൽ കിടത്താൻ ശ്രമിച്ചു. പക്ഷേ കിടക്കയിലേക്ക് ഉയർത്താൻ അവർക്ക് ഭാരമില്ലാത്തതിനാൽ അവനെ നിലത്ത് കിടത്തേണ്ടി വന്നു. ഉടനെ തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ കൃഷ്ണനെയും വഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. അമ്പാടിയിൽ ഉള്ള എല്ലാവർക്കും, ആ ഗോപവാസികൾക്കും, അതായത് എല്ലാവർക്കും, ഗോപാലന്മാർക്കൊക്കെ ശ്വാസം മുട്ടുന്ന രീതിയിൽ പൊടിപടലങ്ങൾ നിറഞ്ഞു. ഗോപാന്മാരൊക്കെ നിലവിളിച്ചു. എന്നാൽ ശ്രീകൃഷ്ണന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അദ്ദേഹത്തിനെ ഇവരിങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയി അസുരൻ എന്നല്ലാതെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ പൊടിക്കാറ്റിലിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അസുരൻ്റെ കഴുത്തിലിങ്ങനെ പിടിച്ചു വിശ്രമിച്ചു കുറേ നേരം. പിന്നെ നോക്കുമ്പോൾ കുട്ടിയുടെ ഭാരം ഇങ്ങനെ വലുതാവുകയാണ്, ഭയങ്കര ഭാരമാവുകയാണ്. അപ്പോൾ അവനെ ഇനി വേറെ ഒരു രക്ഷയില്ല, താഴേക്ക് ഇറങ്ങണം. അങ്ങനെ അസുരൻ താഴത്തേക്ക് ഇറങ്ങിയ പൊടിക്കാറ്റ് അവസാനിപ്പിച്ച് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കിയിട്ട് കുട്ടീനെ കൊല്ലാൻ നോക്കി. പക്ഷേ കൊല്ലാൻ നോക്കണമെങ്കിൽ കൈയൊക്കെ കഴുത്ത് മുറുകി പിടിച്ചെന്നാണ് ഉണ്ണിക്കണ്ണനെ. അസുരൻ്റെ കഴുത്ത് ഇങ്ങനെ തൃണാവർത്തൻ്റെ കഴുത്ത് ഇങ്ങനെ നന്നായിട്ട് മുറുകി പിടിച്ചെന്ന. അപ്പോൾ കണ്ണന് ഭാരം കൂടുന്നതിനനുസരിച്ച് ആ പിടുത്തത്തിൻ്റെ ആ ഭാരവും കൂടി വന്നു. അങ്ങനെ വളരെ വിഷമായി. പിന്നെ വേറെ രക്ഷയില്ല. ഇനിയിപ്പോൾ മരിക്കുന്ന ഉറപ്പായപ്പോൾ പിന്നെ വേറെ രക്ഷയില്ല. അവസാന തടവും അസുരൻ നോക്കി. പക്ഷേ പാറയിലൊക്കെ ഇടിച്ച് എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം. പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. ആ കുട്ടിക്ക് ഭാരം കൂടി ഇങ്ങനെ അസുരൻ്റെ കൈയൊക്കെ തളർന്നു. അതേപോലെ കഴുത്ത് ഞെരിഞ്ഞമർന്നു. അങ്ങനെ കഴുത്ത് ഞെരിച്ച് അസുരന് തൃണാവർത്തനെ കണ്ണൻ മോക്ഷം നൽകിയെന്നാണ്.
ചെറിയ കഥയാണ്, കേട്ടതായിരിക്കാം, എന്നാലും ഒരു ചെറിയ കഥ. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.